എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്, പലരും എന്നോട് ചോദിച്ചു, നമ്മുടെ ഈ സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് നെക്ക് തയ്ക്കുമ്പോൾ വളരെയധികം നമുക്ക് ഈ ഭാഗത്ത് ചുളിവ് വരുന്നു എന്നുള്ള ഭാഗം പ്രത്യേകം നമ്മളോട് ഇന്നലെ കുറേ ദിവസങ്ങളായിട്ട് പലരും ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി സ്റ്റിച്ചിങ്ങിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിയാതെ സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ക്രോസ് പീസ് വെച്ച് തയ്ക്കുമ്പോൾ ഈ ഒരു ഭാഗം ഒരു കാരണവശാലും നമ്മൾ ഒരുപാട് ക്രോസ് പീസ് വലിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ക്രോസ് പീസ് ഇതിൻ്റെ മുകൾ വശത്ത് വെച്ച് തയ്ക്കാവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ബ്ലൗസ് ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും നമ്മൾ അടിച്ച് വരുമ്പോൾ. അപ്പോൾ ഈ ബ്ലൗസ് താഴെ വെക്കുകയും ക്രോസ് പീസ് മുകളിൽ വെക്കുകയും ചെയ്യണം. എങ്കിലേ ഉള്ളൂ സ്റ്റിച്ചിങ്ങിന് വരുമ്പോൾ നമുക്കത് ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് വേണം നമ്മൾ വരാനായിട്ട് ക്രോസ് പീസ്. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഈ നെക്ക് ഇപ്പോൾ നമ്മൾ യു പോലെ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്രോസ് പീസ് വെച്ച് നിങ്ങളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരു കാരണവശാലും ഈ ഒരു റൗണ്ട് വശം ഇത്രയും ഭാഗം, ഈ ഒരു റൗണ്ട് ഇതുണ്ട്, ഇത്രയും ഭാഗം ഒരു കാരണവശാലും ക്രോസ് പീസേ നമുക്ക് വലിഞ്ഞു വരാൻ പാടില്ല. ക്രോസ് പീസ് വലിയുന്നതനുസരിച്ച് ഇതിട്ടുണ്ട് ഇത്രയും ഭാഗം, ക്രോസ് പീസ് വലിയുന്നതനുസരിച്ച് നെക്കിൻ്റെ ഷേപ്പ് പോകും. അപ്പം നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ ഇതിങ്ങനെ കറക്റ്റാക്കും. പിന്നെ പഠിക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ക്രോസ് പീസിൻ്റെ ജോയിൻ്റ് ഈ പീസിലോ ഈ റൗണ്ട് വരുന്ന ഭാഗത്ത്, അതുകൂടാതെ ബാക്ക് നെക്കിൻ്റെ റൗണ്ട് വരുന്ന ഈ ഒരു ഭാഗം, ബാക്ക് നെക്കിൻ്റെ റൗണ്ട് നമ്മൾ വരുന്ന ഇതുണ്ട്, ബാക്ക് നെക്കിൻ്റെ റൗണ്ട് നമ്മൾ നൂർത്ത് കാണിക്കാം. ബാക്ക് നെക്കിൻ്റെ ഇങ്ങനെ ബാക്ക് നെക്ക് ഇതാണ്, ഇതാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗമുണ്ട്, ഇവിടെ ഇത്രയും ഭാഗം ഒരു കാരണവശാലും കഴിവതും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ജോയിൻ്റ് ഇല്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ജോയിൻ്റ് ആ ഭാഗത്ത് വരുവാണെങ്കിൽ കൂടുതൽ ഈ ഒരു വളവ് വരുന്നിടത്തും ഈ ഒരു വളവ് വരുന്നതും കഴിവതും ഒഴിവാക്കി ഇത്രയും ഭാഗത്ത് പഠിക്കുന്നവർ ഒറ്റ ഇതായിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ ക്രോസ് പീസ് ജോയിൻ്റ് ചെയ്യുമ്പം ആ ക്രോസ് പീസ് ശരിയാകാതെ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഭാഗം പ്രത്യേകം പോകുന്നത്, നമുക്ക് ചുളിവ് വരാനുള്ള സാധ്യത. എത്രത്തോളം നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയെടുത്താലും നമ്മൾ സ്റ്റിച്ചിങ്ങിൽ ശ്രദ്ധിക്കാതെ വന്നാൽ നെക്കിൻ്റെ ഭാഗം തീർച്ചയായിട്ടും എന്താകും, വലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം എത്ര വൃത്തിയായിട്ട് നമ്മൾ വെട്ടിയെന്ന് പറഞ്ഞാലും ക്രോസ് പീസ് നമ്മൾ വെക്കുമ്പോൾ ഈ ഭാഗത്ത് നേരായ രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, നമുക്ക് ചുളിവ് വരാനുള്ള സാധ്യത നെക്കിന് കൂടുതലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൈ ചേർക്കുമ്പോൾ, കൈ എപ്പോൾ അടിക്കുമ്പോൾ ഈ ഉടൽ ഭാഗം മേളിലിട്ടിട്ട് കൈ മേളിൽ വെച്ച് നമ്മൾ തയ്ക്കാവുള്ളൂ, കൈവശം മേളിൽ വെച്ച് തയ്ക്കാവുള്ളൂ. അപ്പം ഫ്രണ്ടിൻ്റെ ആണ് നമ്മൾ തയ്ച്ച് വരുന്നതെങ്കിൽ ഇതുണ്ടോ, ഇങ്ങനെ നമ്മൾ തയ്ച്ച് വരിക, ഇതാണ് ഫ്രണ്ട് വശം. തയ്ച്ച് വരുമ്പോൾ ഈ ഒരു റൗണ്ട് വശം വരുമ്പോൾ കൈയും ഈ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസാണേലും ബാക്ക് പീസാണേലും ഇത്രയും ഭാഗം പ്രത്യേകം നിങ്ങൾ വലിയാതെ സൂക്ഷിക്കണം. കൈ മേളുവശത്തിട്ടേ നമ്മൾ പിടിപ്പിക്കാവുള്ളൂ. റൗണ്ടിലാണെങ്കിലും നീളത്തിലാണെങ്കിലും ശരി, കൈ വെക്കുമ്പോൾ നമ്മളിങ്ങനെ വെച്ച് തയ്ക്കുക. ഇങ്ങനെ തയ്ച്ച് ഇങ്ങനെ വരുമ്പോൾ ഒരു കാരണവശാലും കൈ ഇങ്ങനെ വലിയരുത്. കൈ വലിയാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്ന് പറഞ്ഞാൽ കൈ നമ്മളിങ്ങനെയാണ് വെട്ടുന്നത്. ഇങ്ങനെ കൈ വെട്ടുമ്പോൾ കൈയുടെ ഈ ഭാഗം കൈയുടെ ഈ ഒരു ഭാഗം 4.5 ഇഞ്ചോളം ക്രോസാണ്. ആ ക്രോസിൻ്റെ ഭാഗം പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചോണം. ഈ ക്രോസിൻ്റെ ഭാഗം അത് വലിയാനുള്ള സാധ്യത കൂടുതലാണ്. 4.5 ഇഞ്ചോളം ക്രോസാണ് ഈ കൈ. ഈ 4.5 ഇഞ്ച് ക്രോസ് വരുന്ന ഈ കൈ സ്വാഭാവികമായിട്ടും നമ്മൾ തയ്ക്കുമ്പോൾ വലിയാനുള്ള സാധ്യത ഈ വശം കൂടുതലാണ്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഈ ഭാഗം വലിച്ചു പിടിപ്പിക്കരുത്. അങ്ങനെ വലിച്ചു പിടിപ്പിക്കുമ്പോഴും ബ്ലൗസിൻ്റെ ഈ ഭാഗത്തെ സെൻട്രലിൽ മാറ്റം വരും. ഫ്രണ്ട് പീസിൻ്റെ ഈ ഭാഗത്തെ സെൻട്രൽ മാറ്റം വരും. അങ്ങനെ സെൻട്രൽ മാറ്റം വരുമ്പോൾ ബ്ലൗസിൻ്റെ മൊത്തത്തിലുള്ള സെൻട്രൽ മാറും. നമ്മൾ എത്രത്തോളം കാര്യമായ രീതിയിൽ കട്ട് ചെയ്താലും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ വക കംപ്ലൈൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട്.
അപ്പോൾ നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ കൂടുതൽ എപ്പോഴും ശ്രദ്ധിച്ചോണം. ഈ ഇത്രയും ഭാഗങ്ങൾ ക്രോസ് പീസ് വെച്ച് അടിക്കുമ്പോഴും കൈ വെച്ച് കൂട്ടുമ്പോഴും ഫ്രണ്ട് പീസിൻ്റെ ക്രോസ് പീസ് ഈ ഭാഗത്ത് വെക്കുമ്പോഴും കഴിവതും ജോയിൻ്റ് ഇല്ലാത്ത ഈ ഭാഗത്ത് വരാതെ നിങ്ങൾ പഠിക്കുന്നവർ ശ്രദ്ധിക്കണം. നിലവിൽ തയ്ച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ജോയിൻ്റ് ആണെങ്കിലും അവർ വൃത്തിയായി തന്നെ തയ്ക്കും. പക്ഷേ സ്റ്റിച്ചിങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ് ഈ ഒരു ഭാഗം. ഇത്രയും ക്ലിയർ ചെയ്താലേ ഉള്ളൂ നമുക്ക് ഫ്രണ്ട് പീസും അല്ലെ കഴുത്തിന് ചുളിവ് വന്നു എന്ന് നമ്മൾ പറയുമ്പോൾ സ്റ്റിച്ചിങ്ങിൽ ഈ വക കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിലും കഴുത്തിന് ചുളിവ് വരാം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറഞ്ഞത് ഒന്ന് ഈ നെക്കിൻ്റെ ഭാഗത്ത് ഈ ജോയിൻ്റ് ഇല്ലാതെ നോക്കുക. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകം ക്രോസ് പീസ് വരുമ്പോൾ ഈ ഭാഗത്ത് ജോയിൻ്റ് ഇല്ലാത്ത രീതിയിൽ ചെയ്യുന്ന രീതിയിൽ ജോയിൻ്റ് ചെയ്തെടുക്കണം. ഈ ക്രോസ് പീസ് ജോയിൻ്റ് ചെയ്യുമ്പോൾ ഒരു ഉദ്ദേശം നമുക്കറിയാമല്ലോ, ഇത്രയും വരും. അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ അവിടെ തടിപ്പ് കുറയും. ഇല്ലെങ്കിൽ നമ്മൾ ജോയിൻ്റ് ചെയ്തിട്ട് ആ രണ്ട് പീസ് രണ്ട് സൈഡിലോട്ട് നല്ലപോലെ വെച്ച് അയൺ ചെയ്യുകയോ ഇല്ലെ കൈകൊണ്ട് അമർത്തി വിടുകയോ ചെയ്യണം. ചെയ്തിട്ട് പീസിൻ്റെ നമ്മൾ വെക്കുന്ന ക്രോസ് പീസിൻ്റെ കട്ടി കുറച്ച് വിടണം. കട്ടി കുറച്ച് വിട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ ചുളിവില്ലാതെ വരുള്ളൂ. അത്രയും ഭാഗങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മൾ കട്ടിങ്ങിനുള്ള ഒരു പ്രയോജനം കിട്ടുകയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞുള്ളത് എപ്പോഴും നമ്മൾ അടിക്കുന്നത് ഈ ഡാട്ടിൻ്റെ ഭാഗം. ഈ ഡാട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൂടുതലും നിങ്ങൾ ഒരു പോയിൻ്റ് വരാതെ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ അടിക്കും. ഇപ്പോൾ ഈ വരച്ച രീതിയിൽ തന്നെ നിങ്ങൾ തയ്ക്കാതെ ഇതിന് ഇതാണ് ഒരു ചെറിയ ഓവൽ കൊടുത്ത് തയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഈ പോയിൻ്റായിട്ട് തന്നെ വിടാതെ ഇവിടെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ എൻഡിൽ വരുമ്പോൾ ചെറിയൊരു ഓവലായിട്ട് അങ്ങ് കൊടുക്കുന്ന വളരെയധികം നമ്മൾ തയ്ച്ച് വരുന്ന കാര്യത്തിൽ ഗുണം ചെയ്യും. ഈ മെയിൻ ഡാട്ട് മാത്രം കൂർത്ത പോയിൻ്റ് വരാതെ ഈ എൻഡിൽ വരുമ്പോൾ ചെറിയൊരു ഓവൽ ഷേപ്പിൽ കൊടുക്കുന്നത് ബ്ലൗസിന് മേളുഭാഗത്തോട്ടുള്ള രീതിയിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഘടകമാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇങ്ങനെ നമ്മൾ അടിച്ച് വന്നിട്ട് ചെറിയൊരു ഓവൽ തിരിച്ച് ആ ഓവലിൽ തന്നെ രണ്ടാമത് ഒന്നും കൂടെ അടിക്കാം. ഇനി ഒറ്റ സ്റ്റിച്ചേ കൊടുക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചിറക്കിയിട്ട് നൂല് ചേർത്ത് വെട്ടാതെ 1 ഇഞ്ചിലും നൂല് തള്ളി നിൽക്കുന്ന പോലെ കട്ട് ചെയ്ത് വിടണം. അപ്പോൾ അതങ്ങനെ കൂത്ത് പൊക്കോളും. നൂല് ചുറ്റി അങ്ങനെ പോകും. പ്രത്യേകം ആ കാര്യങ്ങൾ ഡാട്ടടിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മെയിനായിട്ട് നമ്മൾ അടുത്ത് നോക്കേണ്ടത് നമ്മൾ സാരി ബ്ലൗസിൻ്റെ ഷോൾഡർ ജോയിൻ്റ് ചെയ്യും. ഇങ്ങനെ വെച്ച് ഷോൾഡർ ജോയിൻ്റ് ചെയ്യും. ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ ഇതുപോലെ നമ്മൾ ജോയിൻ്റ് ചെയ്യും. ഈ ഷോൾഡർ നമ്മൾ ജോയിൻ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ജോയിൻ്റ് ചെയ്യും. ഈ ജോയിൻ്റ് ചെയ്യുമ്പോഴും ഇത് രണ്ടിനും ചിലരുടെ കട്ടിങ്ങിൽ ചിലർ നേരെ വെട്ടാറുണ്ട്, ചിലരുടെ കട്ടിങ്ങിൽ ചിലർ ക്രോസ് വെട്ടാറുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് കെട്ടിട്ട് നിർത്തിയിട്ട് രണ്ടും ഒപ്പം പിടിക്കുന്ന രീതിയിലേ ഉള്ളൂ തയ്ക്കാവുള്ളൂ. എന്നിട്ട് തയ്ച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് കൂർപ്പ് വരാതിരിക്കാൻ കത്രിക കൊണ്ട് തയ്ച്ചു നമ്മൾ രണ്ട് ഇതും തയ്ച്ചു. എന്നിട്ട് ഈ നെക്കിൻ്റെ ഭാഗം വരുമ്പോൾ ഇത്രയും ഭാഗം നമ്മൾ തയ്ച്ചു വെച്ചിരിക്കുകയാണല്ലോ. ഇങ്ങനെ ഇതുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ വരയെ കൂടെ തന്നെ നമ്മൾ തയ്ച്ചു. വര കാണുന്നുണ്ട്. ഈ വരയെ കൂടെ തന്നെ നമ്മൾ തയ്ച്ച് നെക്കിൻ്റെ ഭാഗം വരുമ്പോൾ നമ്മൾ തന്നെ ഈ ഷോൾഡറിൻ്റെ ഭാഗം അതൊരു ചെറിയ രീതിയിലൊരു ക്രോസ് ഇത്രയും വെട്ടി വേണം. ഇത്രയും വെട്ടി വിട്ടിട്ട് നമ്മൾ ക്രോസ് പീസ് വെക്കുമ്പോൾ ക്രോസ് പീസ് വെച്ച് തയ്ച്ച് മറിച്ച് ഹെമ്മിങ് ചെയ്യുമ്പോൾ ഈ തുമ്പ് ഒരുപോലെ ഉണ്ട്. പക്ഷേ ഇത്രയും ഭാഗത്തെ തടിപ്പ് നമുക്ക് മാറിക്കിട്ടും. അങ്ങനെ മാറിക്കിട്ടുമ്പോൾ എന്താണ്, ഹെമ്മിങ് ചെയ്യുമ്പോൾ ക്രോസ് പീസ് നന്നായിട്ട് വരിഞ്ഞ് വരികയും ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു പിടുത്തം വരാതിരിക്കുകയും ചെയ്യും. ഷോൾഡറിൻ്റെ വശം നമ്മൾ കൈ പിടിപ്പിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ബാക്ക് സൈഡിലോട്ട് ഈ തുമ്പ് വിടുന്ന പോലെ ഇരിക്കണം. ബ്ലൗസിൻ്റെ പിറകുവശത്തേക്ക് വേണം ഈ ഒരു ഷോൾഡറിൻ്റെ തുമ്പ് മറിഞ്ഞ് നിൽക്കാൻ. ഫ്രണ്ടിലോട്ട് ഒരു കാരണവശാലും അറിയുന്നത് പോലെ നിങ്ങൾ ഈ തുമ്പ് വെക്കരുത്. ഇത് പ്രത്യേകം നിങ്ങളുടെ ഓർമ്മയിലിരിക്കണം. അത് ഒരു കാരണവശാലും മറന്നു പോകില്ല. സ്റ്റിച്ചിങ്ങിൽ നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ഭാഗമാണിത്. ഇപ്പം നമ്മൾ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങൾ എല്ലാം പറഞ്ഞു സ്റ്റിച്ചിങ്ങിൽ. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് പീസിൽ നമ്മൾ ഈ ബെൽറ്റ് പീസ് ജോയിൻ്റ് ചെയ്യുന്നു. ബെൽറ്റ് പീസ് ജോയിൻ്റ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഈ ഭാഗം നമുക്ക് ക്രോസ് വശം വരുന്നൊരു ഭാഗമാണ് ഈ ഭാഗം. അപ്പോൾ ഡാട്ട് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട്
ഈ ബെൽറ്റ് പീസ് ഇങ്ങനെ നമ്മൾ ബെൽറ്റ് പീസ് ഇങ്ങനെ വെക്കുമ്പോൾ, അപ്പോൾ ക്രോസ് പീസ് ജോയിൻ്റ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഈ ഭാഗവും വലിഞ്ഞു പോകാതെ ശ്രദ്ധിക്കും, ജോയിൻ്റ് ചെയ്യും. അപ്പോൾ ഏറ്റവും നമുക്കുള്ളത് ബെൽറ്റ് പീസ് ഇങ്ങനെ ഇട്ടിട്ട് ഫ്രണ്ട് പീസ് നമ്മൾ മുകളിലിട്ട് തയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഡാട്ട് ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കല്ലോ, ഡാട്ട് ഇങ്ങനെ വെച്ചിട്ട് ബെൽറ്റ് പീസ് അടിയിലിരുന്നു. കാരണം ബെൽറ്റ് പീസ് നമ്മൾ കട്ടിയുള്ള പീസിലാണ് വെക്കുന്നത്. ബെൽറ്റ് പീസ് കട്ടിയുള്ളതുകൊണ്ട് അത് വലിയത്തില്ല. പക്ഷേ ഫ്രണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രണ്ട് മുകൾ വശത്ത് വെച്ചിട്ട് തയ്ക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് പൂർണ്ണമാകുന്നു. താങ്ക്